നീതി ഇസ്ലാമിൻ്റെ ഒരു ഒഴിച്ചുകൂടാനാവാത്തൊരു പര്യായമാണ്. നീതി പുലരുന്ന ലോകം, നീതി പുലരുന്ന സമൂഹം, നീതി പുലരുന്ന ജീവിതം, ഇത് ഇസ്ലാമിൻ്റെ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ്. അതുകൊണ്ട് പ്രവാചകന്റെ നിയോഗത്തെക്കുറിച്ച് ഖുർആൻ പറയുകയാണ്, ബയ്യനാത്തായിട്ട് മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്, കിതാബ് വേദം തന്നിട്ടുണ്ട്, മീസാൻ ത്രാസ് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സത്യാസത്യ വിവേചനത്തിനുള്ള ശേഷി നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്ന മാനദണ്ഡങ്ങൾ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇരുമ്പ് ഇറക്കി തന്നിട്ടുണ്ട്. ഞാൻ ഈ ഖുതുബയിൽ അത് വിശദീകരിക്കുന്നില്ല. ഇരുമ്പ് നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്, അതിന് നല്ല ശക്തിയുണ്ട്, ഇരുമ്പിന് അതിന് നല്ല ശേഷിയുണ്ട്, അതിന് നല്ല പ്രയോജനവുമുണ്ട്. വലിയ ആലം അല്ലാഹുമ്മ യൻസുറുഹു വറുസുലഹു ബിൽ ഗൈബ്. എന്തിനാണ് ഇതെല്ലാം ഇറക്കി തന്നത്? അദൃശ്യമായി കൊണ്ട് തന്നെ, കാണാതെ തന്നെ ആരാണ് അള്ളാഹുവിനെയും അവരുടെ റസൂലിനെയും പിന്തുണക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാണാത്ത പ്രവാചകനിൽ, കാണാത്ത അള്ളാഹുവിൽ ആരാണ് വിശ്വസിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ദൃഷ്ടാന്തങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നത്. ഇന്നല്ലാഹ കവിയുൻ അസീസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനും പ്രതാപവാനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ആയത്തിൽ മീസാൻ പറയുന്നുണ്ട്, ബയ്യനാത്ത് പറയുന്നുണ്ട്, കിതാബ് പറയുന്നുണ്ട്. പ്രവാചകനിലൂടെ കിതാബ് കിട്ടിയിട്ടുണ്ട്, പ്രവാചകനിലൂടെ ബയ്യനാത്ത് കിട്ടിയിട്ടുണ്ട്, പ്രവാചകനിലൂടെ നമുക്ക് അതുപോലെ തന്നെ മീസാൻ കിട്ടിയിട്ടുണ്ട്.